നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന പല അറിയിപ്പുകളും പുറത്തു വരുന്നുണ്ട്. സ്വദേശിവൽക്കരണം കടുപ്പിച്ചിരിക്കുന്ന കുവൈറ്റിൽ ഇപ്പോഴിതാ 5 പ്രവാസികൾക്ക് ആസ്തികൾ സ്വന്തമാക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറത്തിറങ്ങി. ഗാലിദിയ, മംഗഫ്, അബ്ദുള്ള, മിഷ്രിഫ്, അൽ സലീം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ആസ്തികൾ സ്വന്തമാക്കാൻ അനുമതി നൽകിയിരിക്കുന്നത്. കുവൈറ്റ് പത്രമായ അൽ റായ് ദിനപത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തുള്ള 5 പ്രവാസികൾക്ക് ആസ്തികൾ സ്വന്തമാക്കാൻ അനുമതി നൽകുന്ന കാര്യത്തിൽ നീതികാര്യമന്ത്രി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതാണ് മന്ത്രിസഭ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. 1979-ലെ 74-ാം നിയമം 3-ാം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉടമസ്ഥാവകാശം നൽകുന്നത്. ഇതുകൂടാതെ മന്ത്രിസഭ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ കൂടി ഇക്കാര്യത്തിൽ ബാധകമായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. 5 പ്രവാസികളായിരുന്നു തങ്ങൾക്ക് കുവൈറ്റിൽ ആസ്തികൾ സ്വന്തമാക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയത്. യമൻ, ജോർദാൻ, സിറിയ, തുനീഷ്യ, ലബനോൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 5 പേരാണ് അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷ സമർപ്പിച്ച് വിവിധ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇവർ പൂർത്തിയാക്കി. ഇതിനുശേഷമാണ് മന്ത്രിസഭ തീരുമാനം പുറപ്പെടുവിച്ചത്. അതേസമയം നിയമവിരുദ്ധമായി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച കേസിൽ സ്വദേശി പൗരന്മാരും ബിദ്യൂയിനുകളും ഉൾപ്പെടെ 187 പേരെ റിമാൻഡ് ചെയ്യാൻ കുവൈറ്റ് പ്രോസിക്യൂട്ടർമാർ ഉത്തരവിട്ടു. കുവൈറ്റിലെ ഗോത്രവർഗ സമൂഹത്തിന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധ സമരം നടത്തിയവർക്കെതിരെയാണ് നടപടിയെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.